ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെളുത്തുള്ളി ഷേപ്പിൽ കൊഴുക്കട്ടയുമായിട്ടാണ്. ക്രിസ്മസ് കാലമല്ലേ, കരോളുകാരൊക്കെ നമ്മളുടെ വീട്ടിൽ വരും, സാന്താക്ലോസ് നമ്മുടെ വീട്ടിൽ വരും, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾക്ക് കരോളുകാരെ കാണാം. ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തിലോട്ട് ഒരു വലിയ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കിലോ നല്ല പട്ട് പോലുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മില്ലിൽ നിന്ന് മേടിച്ച പൊടിയാണ്. ഈ ചൂടുവെള്ളത്തിലോട്ട്, തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ബാക്കി പൊടിയൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ട പിടിക്കാത്ത രൂപത്തിൽ ഇതിനെ മിക്സാക്കി എടുക്കണം. ഇപ്പം നല്ല ചൂടാണ്, നമുക്ക് ഇതിനെ കൈയിട്ട് ഇപ്പം കുഴയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യമേ നല്ലതുപോലെ ഒന്ന് സ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സാക്കി ഇതിനെ തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കിനി വേറൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കുഴയുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം ശർക്കരയോളം ഉണ്ട്. അതിലേക്ക് ഞാൻ 2 തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും, ഒരു വലിയ ടേബിൾ സ്പൂണ് നല്ല ജീരകം പൊടിച്ചതും ഇട്ട് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈ ഇട്ടിട്ട് നല്ലതുപോലെ പ്രസ്സാക്കി കുഴയ്ക്കരുത്, അപ്പോൾ ഇതങ്ങ് വെള്ളമായി പോകും. സ്പൂൺ ഇട്ട് മാത്രമേ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവൂ. നമ്മൾ പിന്നെ ഫില്ലിങ് ഇതിനകത്തിൽ വെച്ച് പുഴുങ്ങുമ്പോൾ ഇതങ്ങ് മിക്സ് ആയിക്കൊള്ളും. ഇതിവിടെ എല്ലാം ഞാനിവിടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കൊഴുക്കട്ട റെഡിയാക്കാം. ഇതുപോലുള്ളൊരു മെഷീനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്തിലോട്ട് നമുക്ക് ആദ്യം ഈ മാവ് നിറച്ച് കൊടുക്കാം. ഈ മാവ് നല്ലതുപോലെ നിറച്ച് കൊടുത്തിട്ട് കൈ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് ഇതിൻ്റെ നടുക്ക് നല്ലതുപോലെ ഹോളുണ്ടാക്കി കൊടുക്കാം. നല്ലതുപോലെ പ്രസ്സാക്കി കൊടുക്കണം. ഇതിനകത്തിലോട്ട് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് നിറച്ച് കൊടുത്തതിന് ശേഷം കുറെ കൂടി മാവ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കണം.
പിന്നെയും കൈ നല്ലതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. അപ്പം നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. കണ്ടില്ലേ? ഇതെല്ലാം ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ആവിപാത്രത്തിലൊന്ന് വെച്ച് വേവിച്ചെടുക്കണം. ഇതിന് 10 മിനിറ്റ് ആണ് ഇതിൻ്റെ വേവ്. 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേവിച്ചിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.